Hi, hello, welcome to Skylark Tech and Travel. I am Zest. ഇത് ഞങ്ങളുടെ ആദ്യ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഇല്ലാതെ എങ്ങനെ ഓൺലൈൻ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും നമുക്ക് EMI വഴി സാധനങ്ങൾ വാങ്ങിക്കാമെന്നുള്ളത്. എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മാത്രമായിരുന്നു നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡ് വഴിയും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പലർക്കും ഡെബിറ്റ് കാർഡ് വഴി സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. കാരണം പലരുടെയും ഡെബിറ്റ് കാർഡ് ഇതിന് എലിജിബിൾ അല്ല. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു സൈറ്റാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. Zestmoney എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. ഈ സൈറ്റ് നമുക്ക് EMI വഴി സാധനങ്ങൾ വാങ്ങിക്കാൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സൈറ്റ് ജെന്യുവിൻ ആണോ അല്ലയോ എന്ന്. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. ഇവിടെ പല രീതിയിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എന്നാൽ Zestmoney ശരിക്കും ജെന്യുവിനായ ഒരു സൈറ്റാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് EMI വഴി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലോൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ സൈറ്റിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കും പോവാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോമാണ്. ഇനി സെർച്ച് ബാറിൽ zestmoney.in എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇതാണ് Zestmoneyയുടെ സൈറ്റ്. ഇത് 100% ജെന്യുവൻ ആയിട്ടൊരു സൈറ്റാണ്. ഇവിടെ അവർ പാർട്ട്നേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, EMI, മിന്ത്ര പോലുള്ള 18ഓളം സൈറ്റുകളിലാണ് ഇവരുടെ പാർട്ട്നേഴ്സ്. ഇനി നമുക്ക് സൈറ്റ് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കുക. ശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ഇമെയിൽ ഐ ഡിയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ വിത്ത് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് OTP സെൻഡ് ആയിട്ടുണ്ട്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു പാനൽ ഇവിടെ ഓപ്പൺ ആയി വരും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മുടെ പാൻ കാർഡിലുള്ള പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പാൻ കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറണ്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ആദ്യം തന്നെ പിൻകോഡാണ് അടിക്കേണ്ടത്.
പിന്നെ നമ്മുടെ ഹൗസ് നമ്പർ, ലൊക്കാലിറ്റി എല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ സാലറീഡ് ആണെങ്കിൽ സാലറീഡ്, ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ അതുപോലെ നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വിത്ത് സാലറി കൊടുക്കുക. അടുത്ത ടാബിൽ എംപ്ലോയർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി മന്ത്ലി ഇൻകം കൊടുക്കുക. മന്ത്ലി ഇൻകം കൊടുക്കുമ്പോൾ ഒരു കാര്യം നോക്കണം, 11,000 രൂപയ്ക്ക് മുകളിൽ വേണം മന്ത്ലി ഇൻകം കൊടുക്കാൻ, 50,000 രൂപയിൽ താഴെയും വേണം. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സംഖ്യ ആയിരിക്കണം മന്ത്ലി ഇൻകം കൊടുക്കേണ്ടത്. ശേഷം നിങ്ങളുടെ ഫാമിലി അത് കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്, അതായത് ഫാമിലിയുടെ കൂടെയാണ് ഫാമിലി എങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ അത് കൊടുക്കുക. ശേഷം മന്ത്ലി എക്സ്പെൻസ് കൊടുക്കുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ബാങ്കിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളും അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഏതാണ് അതിൻ്റെ ലോഗിൻ ഡീറ്റെയിൽ അവർക്ക് കൊടുക്കുക. അതായത് ഇതിലൂടെ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. നമ്മുടെ ബാങ്ക് ഇപ്പോൾ SBI ആണെങ്കിൽ SBI, അല്ലെങ്കിൽ ഫെഡറൽ ആണെങ്കിൽ ഫെഡറൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്ക് എന്ന് കൊടുത്തു. ഇനി പ്രൊസീഡ് സെക്യൂർലി കൊടുക്കുക. ഇവിടെ നമ്മുടെ ലോഗിൻ ID കൊടുക്കുക. ഇത് തികച്ചും സേഫായിട്ടുള്ളതാണ്. ഒരു കാരണവശാലും നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഹാക്ക് ചെയ്യപ്പെടില്ല. ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ പ്രോസസ്സിംഗ് പീരീഡിലാണ്. ഒരു 1-2 മിനിറ്റ് സമയമെടുക്കും. പ്രോസസ്സ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, കൺഗ്രാജുലേഷൻസ് യുവർ ഫെഡറൽ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി അനലൈസ്ഡ്. അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്തൊരു ഡീറ്റെയിലിന് നമ്മൾ അടുത്ത് കൊടുക്കേണ്ടത് അഡ്രസ് പ്രൂഫ് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം. ആധാർ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് കൊടുക്കാം. അല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടർ ID, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പം ആധാറിൻ്റെ ബാക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി ID പ്രൂഫിൻ്റെ സെക്ഷനിൽ ആധാറിൻ്റെ ഫ്രണ്ട് സൈഡ് കൊടുക്കാം. ഇനി നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിപ്പോൾ കറണ്ട് ആണെങ്കിൽ കറണ്ട് കൊടുക്കാം, സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇവിടെ സേവിങ്സ് ആയത് കാരണം സേവിങ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുകയാണ് നമ്മുടെ അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ എന്ന്. അപ്പോൾ നമുക്കിവിടെ yes കൊടുക്കാം. ശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 24 hours ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം. 24 മണിക്കൂറിന് ശേഷം നമുക്കൊരു പാനൽ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക്
ആമസോണിൻ്റെ വൗച്ചർ കോഡ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ വൗച്ചർ കോഡ് ബൈ ചെയ്യാവുന്നതാണ്. ആമസോണിൻ്റെ വൗച്ചർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിൽ യൂസ് ചെയ്ത് ഫ്ലിപ്കാർട്ടിൻ്റെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെസ്റ്റ് മണി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. I am Said Ansari, signing out from Skylark Tech and Travel.